ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. രാവിലെ എണീച്ചപ്പോൾ തന്നെ ഇതാര് എൻ്റെ പൊന്നയിലെ ബസ് മുതലാളിയുടെ ആളല്ലേ? ശരി സാറേ, ശരി ഞാനങ്ങോട്ട് നാളൊക്കെ വരാം. ശരി ഞാനെന്തായാലും കുളിച്ചിട്ട് നാളൊക്കെ അങ്ങോട്ട് വരാം. ബസ്സിൻ്റെ ഓട്ടോകളൊക്കെ ഉണ്ടെന്നാണ് ഗൈസ് നമ്മളെ ബസ്സിൻ്റെ മുതലാളികളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ നേരെ കയറി പോവാം ഗൈസ്. അപ്പോൾ നമുക്കാണെങ്കിൽ ജിമ്മിലൊന്ന് വർക്കൗട്ടുകളിലൊക്കെ ഒന്ന് ചെയ്തേക്കാം. അപ്പം പകുതി സാധനം ഇവിടുത്തെ ഉടായ്പാണ് ഗൈസ്, ഞാൻ ചെയ്യുന്നത് ഉടായ്പാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഇതിലൊന്ന് നമുക്കൊന്ന് നടക്കാം ഗൈസ്. ചെറിയ സ്പീഡേ ഇടുന്നോളെ, അല്ലെങ്കിൽ ഗൈസ് നമ്മളാണെങ്കിൽ നമ്മളെ മതിൽ ഒട്ടിയിരിക്കും ഗൈസ്. പാത്ത് പേരെ നമ്മൾ മതിലിനകത്ത് പഴന്നിരിക്കാം. എന്തായാലും ഗൈസ് നമുക്ക് നല്ല രീതിക്ക് ഓടാം. ഗൈസ് ഈ ഒരു വർക്കൗട്ട് നാളൊക്കെ ഇനി മതിയാക്കാം. എൻ്റെ പൊന്നെ നമുക്കൊന്ന് തൂങ്ങാം ഗൈസ്. നമുക്കാണെങ്കിൽ ഇച്ചിരി നീളമൊക്കെ നോക്കിയിട്ട് ഗൈസ് ബസ് ഇരിക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഗൈസ്. വെളിയിൽ നടക്കുന്നത് നമ്മൾ ചെറിയതായണ്ടേ ഗൈസ്. ഞാൻ തൂങ്ങിയിട്ടുണ്ട് ഗൈസ്. തൂങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. ഇതൊന്നും പൊങ്ങുന്നില്ല ഗൈസ്. നമ്മൾ പൊങ്ങുന്നില്ല, നമുക്ക് നീളമൊന്നും വെക്കത്തില്ല ഗൈസ്. ഇതിലെങ്ങനെ കയറിയേക്കാം. ഇതെന്തിനുള്ള സാധനമാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനിതിനകത്ത് ഈ രണ്ട് കമ്പിയിലും ഇങ്ങനെ പിടിച്ചങ്ങ് ചെറുതായിട്ടൊന്ന് മേളിലോട്ട് നാളൊക്കെ ആവും. അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. ഇതെന്താത്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഇതെന്താത്തിനാണെന്ന് അറിയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഇവിടെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ല. അപ്പം നമുക്കാണെങ്കിൽ ഇനി നമുക്കൊന്നും ചെയ്യണ്ട. നമുക്കൊന്ന് നേരെ പോയി ഒന്ന് ഫ്രഷ് ആവാം ഗൈസ്. ഫ്രഷാണ് ഗൈസ് മെയിൻ. അപ്പോൾ ഗൈസ് നമ്മളെ ഡിഫൻഡർ ആളൊക്കെ അവിടെ കിടപ്പാണ് ഗൈസ്. നമ്മളെ ഡിഫൻഡർ അണ്ണാൻ. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നല്ല രീതിക്ക് ഒന്ന് ഫ്രഷ് ആവാം ഗൈസ്. നല്ല രീതിക്ക് എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുളിക്കാൻ ഭയങ്കര ഇഷ്ടക്കേടാണ്. ഞാനാണെങ്കിൽ ജോണിൻ്റെ വീട്ടിൽ വല്ല ഇനി പോയി കുളിക്കേണ്ടി വരും ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വെള്ളമൊന്നും കൊള്ളത്തില്ല ഗൈസ്. ഇത് മാറ്റണം ഗൈസ്. ഇനി ഞാനാണെങ്കിൽ വാട്ടർ കൊണ്ടുവരുന്നാൽ അവനെ ഒന്ന് വിളിക്കണം ഗൈസ്. കുറേ നാളുകൊണ്ട് ഈ വെള്ളം തന്നെ ഇവിടെ കിടന്ന് പഴകുകയാണ്. എന്തായാലും ഈ വെള്ളമൊക്കെ നീ ഉടനെ തന്നെ മാറ്റാൻ ഗൈസ്. അപ്പം ഇതുപോലെ തന്നെ ഈ ചാനൽ ഇതിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റൊരാളേക്ക് നിങ്ങളത് ലൈക്ക് ചെയ്യുക. അപ്പം ഞാനാണെങ്കിൽ സൂപ്പാണ് ഗൈസ് കുടിക്കാൻ പോകുന്നത്. ചൈനയുടെ ഏറ്റവും വലിയ സൂപ്പാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് വെറും പച്ചവെള്ളമാണ് ഗൈസ്. നമ്മൾക്കാണെങ്കിൽ വേറെ ഒന്നും ഉണ്ടാക്കാനെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഇതെന്തായാലും കുടിക്കാൻ ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാനാണെങ്കിൽ അങ്ങനെ കുടിച്ചും കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി സൂപ്പായിരുന്നു കേട്ടോ ഗൈസ്. പച്ചവെള്ളത്തിലാണെങ്കിൽ ആ ചെറിയ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് കുടിക്കും ഗൈസ്. അത് നൈസ് ഒരു അടിപൊളി സാധനമാണ്. അപ്പം നമുക്കാണെങ്കിൽ ഈ ഒരു ഡ്രസ്സാണ് ഗൈസ് ഇന്നിടുന്നത്. മറ്റേ ഡ്രസ്സാണെങ്കിൽ ഗൈസ് നമ്മൾ ഉണങ്ങിയില്ല ഗൈസ്. നല്ല കഴിവിയിട്ടാണ് ഗൈസ്. ഇന്നലെ ആണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു ഗൈസ്. പതിവ് പോലെ തന്നെ ഗൈസ് നമുക്കാണെങ്കിൽ ബുള്ളറ്റിലാണ് ഗൈസ് പോകേണ്ടുള്ളത്. അപ്പം നമ്മളെ ബുള്ളറ്റ് ആണെങ്കിൽ കളറും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഏത് കളറും കൂടെ ഇടണമെന്നെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതിൽ ആരാണ് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന അവരെ നമ്മളെ കമൻറ്റ് ആണെങ്കിൽ പിന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നതായിരിക്കും ഗൈസ് ഈ വീഡിയോയുടെ താഴെ. അപ്പം ഗൈസ് നമുക്കാണെങ്കിൽ നേരെ മറ്റേ വരിയും കാര്യങ്ങളൊക്കെ പോയി ഇങ്ങോട്ട് കയറാം. ഈ വരി പൊയ്ക്കൂടെ. ഇവിടെ ആണെങ്കിൽ പണിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ പ്രോ ഡ്രൈവറാണ് ഗൈസ്. നമ്മൾ പണ്ടത്തെ KSRTCയിലെ ഡ്രൈവറാണ് ഗൈസ്. അപ്പോഴാണ് ഗൈസ് ഇവിടെയൊക്കെ നമുക്ക് ബൈക്ക് ഓടിക്കാൻ എളുപ്പമല്ലേ. ബൈക്ക് ബസ് ഓടിക്കാൻ നമുക്ക് എളുപ്പമല്ലേ ഗൈസ്. KSRTC ഡ്രൈവർ എന്നൊക്കെ ചോദിച്ചാൽ ഹെവി ലൈസൻസ് അല്ലേ ഗൈസ്. അടിപൊളിയല്ലേ ഗൈസ്. നമുക്കാണെങ്കിൽ നാളെ സ്കൂൾ ബസ്സിൻ്റെ ഓട്ടോകളും ഉണ്ട് ഗൈസ്. അപ്പം അത് പിന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്ന അവിടുത്തെ പ്രിൻസിപ്പാൾ. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് കേളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എടുക്കേണ്ടുള്ള ബസ്സുകളൊക്കെ നമുക്ക് എടുത്തിട്ട് കാണാം ഗൈസ്. ഗൈസ് എൻ്റെ പൊന്നെ ഈ ബസ്സിൻ്റെ കീയും കാരണം കണ്ടില്ല ഗൈസ്. ഞാനാണെങ്കിൽ കുറേ കിടന്ന് താപ്പി. പിന്നെ ആ ബസ്സിനകത്ത് കയറി നോക്കാൻ നേരമാണ് ഗൈസ് ബസ്സിനകത്ത് തന്നെ കീ ഇരിക്കുന്നത് ഗൈസ്. ഞാനാണെങ്കിൽ ആദ്യം ബസ്സിൽ കയറിയതാണ് പോട്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഇറങ്ങിയല്ല. നമുക്കാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നിർത്തിയിടേണ്ടതുണ്ട് ഗൈസ്. ആൾക്കാർ കാണണം ഈ ബസ് എടുക്കുന്നുണ്ടെന്ന്. അപ്പം അതിനു വേണ്ടി ഇവിടെ പൊതുദർശനത്തിന് ഇവിടെ വെക്കണം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് നാളൊക്കെ പൊതുദർശനത്തിന് ഇവിടെ ബസ് കൊണ്ട് ഇടണം. ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് ഇടാം. ഇത് മതി ഗൈസ്. അപ്പം എല്ലാവരും കാണൂ എൻ്റെ ബസ്സാണിത്. അടിപൊളിയാണ്. ഇതിൽ 4 ടയറുണ്ട്. എൻ്റെ പൊന്നെ 4 ടയറുണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഫസ്റ്റ് ഇതിങ്ങളൊക്കെ ഫുള്ളായിട്ടുണ്ട്. 20 പേരാണ് ഗൈസ് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടുള്ളത്. ആ 20 പേര് കയറി കഴിഞ്ഞ് നമ്മൾ അപ്പറേ വണ്ടി എടുക്കണം. പിന്നെ ഒന്ന് നോക്കാതിരിക്കല്ലോ എത്ര പേര് കയറാനുണ്ടെന്നൊന്ന്. ഇനിയുള്ളവർ വേറെ ബസ്സിൽ പൊയ്ക്കണം ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ നമുക്ക് വെളിയിൽ ഇറങ്ങാം ഗൈസ്. പയ്യെ ഇറങ്ങാം ഗൈസ്. ഇവിടെയൊക്കെ ഇപ്പോൾ സിമൻറ്റ് ഇട്ട് അങ്ങോട്ട് പൂശിയതേ ഉള്ളൂ ഗൈസ്. അല്ലെങ്കിൽ നമ്മളെ വണ്ടിയുടെ ടയർ സിമൻറ്റിനകത്ത് ഇരിക്കും
ഗൈസ്, ലാസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മുടെ ഷോറൂമിൻ്റെ അങ്ങോട്ടും കാളൊക്കെയാണ് പോകുന്നത്. ഞാനാണെങ്കിൽ പുതിയൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഗൈസ്. ഏത് വണ്ടിയാണെങ്കിൽ നിങ്ങളത് ഗസ് കമൻറ്റ് കാളൊക്കെ ഇടുക ഗൈസ്. അപ്പോൾ ബി വെച്ചാണ് ഗൈസ് അതൊക്കെ തുടങ്ങുന്നത്. ഗൈസ് പകുതി പേരിക്കും മനസ്സിലായി കാണും കേട്ടോ ഗൈസ്. അപ്പം ആ മനസ്സിലായ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക. ഫസ്റ്റ് കമൻറ്റ് കാളൊക്കെ ഞാൻ പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു, അതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നതായിരിക്കാം. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ ഷോറൂമിൻ്റെ സ്ഥലത്തോട്ടും ആളൊക്കെ വന്നിട്ടുണ്ട്, ഭാഗത്തോട്ടും ആളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ അടിപൊളി ഷോറൂം. ഇവിടെ നിന്നാണ് ഗൈസ് ഞാനൊരു പുതിയ കാർ എടുക്കാൻ പോകുന്നത്. അടിപൊളി കാറാണ് ഗൈസ്. ഒരു താത്തയാണ്ട് അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ടല്ലോ. പയ്യെ ബ്രേക്ക് പിടിക്കാം, പയ്യെ 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 പയ്യെ. ചേച്ചി ചേച്ചി കയറ് 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 കയറ്. ഗൈസ് അവർ കയറിയില്ല ഗൈസ്. അവർക്ക് പിന്നെ എന്തിനാണ് കൈ കാണിക്കുന്നത് ഗൈസ്? അവരാണ്ട് ഗൈസ് വെറുതെ കൈ പൊക്കിയാണെന്ന് ഗൈസ്. ഒരു കാക്കയെ കണ്ടപ്പോൾ അവർ കല്ലെറിയാൻ കൈ പൊക്കിയാണെന്ന് ഗൈസ്. എന്തൊക്കെയാണ് ഗൈസ് ഈ ലോകത്ത് നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് ഗൈസ്? അപ്പം നമ്മളെ ഫ്രണ്ടിൽ ഒന്ന് ചേട്ടന് ഗൈസ് ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പനെ തോന്നി ഗൈസ് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ കാണുമെന്ന്. എന്ന് ചോദിച്ചാൽ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഒന്ന് മാഗ്നറ്റ് വെച്ചാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഗൈസ്. വെറൈറ്റി അല്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടും കാണാൻ പോകണോ ഗൈസ്? ഇന്ന് ഏത് ദിവസമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇന്ന് ഗുഡ്സ് ആണോ അതോ ഇന്ന് ഭാരതാണോ എന്താണെന്നും അറിഞ്ഞൂടാ ഗൈസ്. ഇന്ന് ഏത് ട്രെയിനാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഗൈസ് കൊണ്ട് നിർത്തിയേക്കാം ഗൈസ്. ഏത് ട്രെയിനാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഗുഡ്സ് ആണെങ്കിൽ ഗൈസ് തേയും ഗൈസ്. ഗുഡ്സിനകത്ത് വരുന്ന നമ്മൾ കൽക്കരിയും എല്ലാം കൂടെ നമ്മളെ ബസ്സിനകത്ത് കൊണ്ടുപോകേണ്ടി വരും ഗൈസ്. ആ ചേച്ചി കയറിയിട്ടുണ്ട് ഗൈസ്. ആ ചേച്ചിയുടെ മോനെയാണ് ഗൈസ് പറഞ്ഞോളാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് ആ ചേച്ചിയുടെ മോനെ ആളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പറയില്ലേ ഗൈസ്, എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് എല്ലാണോ ഇടിക്കുന്നത് എന്നുവെച്ചാൽ എൻ്റെ വണ്ടി മാഗ്നറ്റാണ് ഗൈസ്. ഇവനെയൊക്കെ പറഞ്ഞേക്കാം. എന്തായിട്ടാ കാണിക്കുക? എന്തൊക്കെയാണോ? ശരി ചേട്ടാ, ശരി ചേട്ടൻ പാവമാണ്. അപ്പോൾ ഗൈസ് ചേട്ടനൊന്ന് പാവമാണ് ഗൈസ്. നമ്മളെ ഭാഗത്താണ് ഗൈസ് കുഴപ്പം, അല്ലെങ്കിലും ഗൈസ് നമ്മളെ ഭാഗത്ത് തന്നെയാണ് കുഴപ്പം. പാവം ചേട്ടൻ ഗൈസ് നമ്മളെ വെറുതെ ഒന്ന് കയറി പാവം ചേട്ടൻ ഗൈസ്. നമ്മളെ ചെവി പോയോ എന്നൊരു സംശയമുണ്ട് ഗൈസ്. ഒന്നും കേൾക്കാൻ വയ്യ ഗൈസ്. പാവം ചേട്ടനായിരുന്നു ഗൈസ്. നമ്മൾ വെറുതെ ചെന്ന് കയറി കൊടുത്തു ഗൈസ്. എന്തായാലും പോട്ട് ഗൈസ്, നമുക്ക് ക്ഷമിച്ച് കൊടുക്കാം. ഇന്ന് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത് വെച്ചാൽ ഗ്രാമത്തിൻ്റെ ഇടയ്ക്കടെയാണ് ഗൈസ് പോകുന്നത്. ഗ്രാമത്തിൽ കയറി ഗൈസ്. എൻ്റെ പൊന്നെ അവിടെ ആരാണ്ടൊക്കെ നിൽപ്പുണ്ടല്ലോ. അവർ കയറാനാണോ ഗൈസ്? ഒരു കൈ കാണിക്കുന്നുണ്ട് നിൽക്കി ബസ് നിൽക്കാൻ ഭയങ്കര പാട് ഗൈസ്. ബ്രേക്കൊന്നും ഇല്ല ഇതിന്. ചേട്ടാ ഇത്ര അടുത്തിരുന്നിട്ട് ചേട്ടൻ എന്ത് നടന്നു വെക്കൂടെ ചേട്ടാ? എന്തായാലും ചേട്ടാ പൈസ അയാളൊക്കെ തന്നോ? അടുത്തോട്ടായാലും പൈസയും കാര്യങ്ങളൊക്കെ അത് തന്നെ തരണം. റേറ്റ് എന്ന് വെച്ചാൽ 20 രൂപയാണ്. ഇവിടെ ഇതാക്കിക്കോ, സൈൻ ആക്കിക്കോ. ഞാനിപ്പോ ഇറങ്ങണ നിന്റെ ഓസാണെന്ന് എനിക്ക് വേണ്ടോ? ഞാനിപ്പോ നിർത്ത് നീ. ചേട്ടാ എന്തോ ചേട്ടാ റെയിൽവേ സ്റ്റേഷൻ എത്തി എന്നിട്ടാണ് ചേട്ടാ അത്ര വെല്ലു വിളിച്ചത്. എന്തായാലും ചേട്ടൻ ഫ്രീ ആയിട്ട് അങ്ങ് പോവണ്ട. ഒരു 5 രൂപയെങ്കിലും അടച്ചിട്ട് പോ ചേട്ടാ. എനിക്കൊക്കെ ആണെങ്കിൽ ഇത് ഭക്ഷണമൊക്കെ കഴിക്കാണ്ടുള്ള പൈസയാണ് ചേട്ടാ. ആ പഠിച്ചിട്ടേ കിട്ടത്തോളം. അപ്പോഴാണ് ചേട്ടൻ്റെയൊക്കെ ഇതണക്കത്തെ കളി. ഒരു പോലും ഇല്ല ഇവിടെ. 20 രൂപ ഉള്ളു. എന്തായാലും എനിക്കൊരു ഞാനൊരു 10 രൂപ ഇടും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും രൂപ. 10 രൂപ ഉറപ്പിച്ച് ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോ. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഒരു ചേട്ടനോട് ചെറിയൊരു അടി ഉണ്ടായി ഗൈസ്. ആ ചേട്ടൻ പോട്ട് ഗൈസ്. അപ്പോൾ ഇത് ഏത് ട്രെയിനാണ് ഗൈസ്? ഗുഡ്സ് അല്ലേ ഗൈസ്? തീർന്നു ഗൈസ്. നമ്മൾ കൽക്കരി കൊണ്ടുപോകേണ്ടി വരും. നമ്മൾ ബസ് നേരത്തെ എടുക്കേണ്ടി വരും. എൻ്റെ പൊന്നെ ഇത് ഗുഡ്സ് ആണ് ഗൈസ്. ഞാൻ വിചാരിച്ച് മറ്റേ ട്രെയിൻ വല്ലതും ആണെന്ന് ഗൈസ്, എക്സ്പ്രസ് വല്ലതും ആണെന്ന് ഗൈസ്. ട്രെയിൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം ഗൈസ്. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് പണി വേറെ കിട്ടും ഗൈസ്. നമ്മളെ ബസ് വരുവാണെങ്കിൽ കൽക്കരിയുടെ നാറ്റമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. അതിന് നമുക്ക് പെട്രോളും ആളൊക്കെ അടിക്കേണ്ടിയുണ്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ പെട്രോളും ആളൊക്കെ അടിക്കാം. നമ്മളെ പെട്രോളും ആൾ ഇച്ചിരി ഉള്ളു ഗൈസ്. വെറും ഗൈസ് ഇപ്പം തീരും ഗൈസ്. ഇപ്പം തീരും പെട്രോൾ ഗൈസ്. അതിനു മുമ്പ് ഗൈസ് നമുക്ക് പെട്രോൾ എല്ലാകാം ഗൈസ്. ഇവിടെ പെട്രോൾ പമ്പ് വന്നത് ഉപകാരമായി. ഇല്ലെങ്കിൽ ഗൈസ് തേഞ്ഞേനെ ഗൈസ്. ഇതുവരെ കമൻറ്റ് ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ഇടുന്ന കമൻറ്റ് നമ്മൾ പിൻ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്കാണെങ്കിൽ പെട്രോളും കാര്യമൊക്കെ അടിക്കാം ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് അപ്പുറത്ത് നിർത്തിയിടാം ഗൈസ്. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ സമയം പോവാത്തതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു 5 മിനിറ്റ് നിർത്തിയിട്ടുള്ള പോവാം ഗൈസ്. ഇവിടെ കയറാനുള്ളവരെല്ലാം കൂടെ വന്ന് കയറിക്കോളും ഗൈസ്. കൽക്കരി ഒടിച്ച് ബാക്കി എല്ലാവരും വന്ന് കയറി ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ കൽക്കരിയും ആൾക്ക് എടുക്കാൻ വന്ന് കുറേ ചേട്ടന്മാർ അവിടെ നിൽക്കാം. കൽക്കരി എടുത്തതിന് ശേഷം അവിടെ കിട്ടുന്ന ബസ്സിൽ കയറി ഇരിക്കുക അവർ. കുറേ കൽക്കരിയാണ്. അത് നമ്മൾ ബസ്സിൽ ഫുള്ള് കെട്ടി വെച്ചതിന് ശേഷം അലമ്പാക്കാനാണ് ഗൈസ് അവരെയൊക്കെ പരിപാടി. അതൊന്നും ഇതിനകത്ത് നടക്കില്ല ഗൈസ്. നമ്മളൊക്കെ ബസ് ഉണ്ടെങ്കിൽ കൂടിയതാണ് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ആൾക്കാരെല്ലാവരും കയറിയിട്ട് കാണാം ഗൈസ്.
അപ്പോൾ കേസ് എല്ലാവരും ഫൈനലി കേസ് എല്ലാവരും കയറി ഇടിച്ചില്ല കേസ്. അയാൾ ഹോണൊക്കെ അടിച്ചോണ്ട് അയാൾ ഹോൺ അടിച്ചുകൊണ്ടല്ല കേസ്, നമ്മളാണെങ്കിൽ നൈസിൽ പയ്യെ ഓടിച്ചുകൊണ്ടാണ് കേസ്. നമ്മൾ പണ്ടത്തെ ബസ് ഡ്രൈവിങ് എടുക്കുകയാണെങ്കിൽ ഈ സിറ്റിയിലൊന്നും കേസ് നമ്മളിവിടെ നിൽക്കത്തില്ല, നമ്മൾ വല്ല പോലീസ് സ്റ്റേഷനിൽ കേസ് വല്ല ജയിലിൽ കിടന്നേനെ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസത്തിൽ തന്നെ പോവാം ഗൈസ്. നമുക്കിന്ന് നമ്മളെ എയർപോർട്ടിലായിട്ട് കാണുവാണ് ഗൈസ് പോകേണ്ടത്. അപ്പം നമുക്കാണെങ്കിൽ നേരെ എയർപോർട്ടിൽ പോവാം ഗൈസ്. ഫൈനലി ഗൈസ് ഞാനങ്ങനെ എയർപോർട്ടിലാണ് ആളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ആൾക്കാരെ എല്ലാവരെയും ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ആൾക്കാരൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മളെ ബസ്സിലിപ്പം ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ചേട്ടൻ എവിടെ ഇറങ്ങേണ്ടുള്ളത്? പിന്നെടാ ഞാനാണെങ്കിൽ ബസ്സിലെ കിളിയാണോ, അല്ലാതെ എവിടെ ഇറങ്ങാനുള്ള എല്ലാടാ, ഞാൻ ബസ്സിന്റെ കിളിയാണോ പൊട്ടാ. സോറി ചേട്ടാ. അപ്പം നമുക്കാണെങ്കിൽ ചേട്ടൻ്റെ ചെറിയൊരു നൈസിനൊരു വഴക്കും കേട്ടിട്ടുണ്ട്. ഇന്നെല്ലാം വഴക്കിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.